ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പെരുന്നാളിന്റെ തലേ ദിവസം ഇങ്ങനെ ഒരു കോലത്തിൽ എന്നെ കാണേണ്ടി വന്നതിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. പക്ഷേ ഇതിപ്പോ സമയം 1:30 കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ എന്താ പണി കാണിച്ചു തരാം. ഞങ്ങൾ ഇവിടെ കാര്യമായിട്ട് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 4 സ്ഥലത്ത് തൊട്ടു. ഇത് 2 ഇതാണ് 4 സ്ഥലം. ഒരാൾ ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇട്ടോണ്ടിരിക്കണു, ഇട്ട് തീരാൻ നിൽക്കണു. സമയം ഇതാ. ഞാൻ പുറത്ത് എന്താ പണി ഞാൻ കാണിച്ചു തരാം. പുറത്ത് നമ്മൾ പെരുന്നാളിൻ്റെ ടൈമിൽ ഇവന്റ് മാനേജ്മെന്റ് വക ഇങ്ങനെ ചെയ്യിക്കാറുണ്ട്. ഞാൻ പോയി പരിചയപ്പെടുത്തി തരാം. മിസ്റ്റർ ബിലാൽ, പറയൂ ഇവന്റ് മാനേജ്മെന്റിനെ കുറിച്ചിട്ട്, നിങ്ങളെ ഇതിനെ കുറിച്ചിട്ട് പറയൂ. ഉഷാറാണ്. അതെ, രാത്രി 1:30 ചെയ്തോണ്ടിരിക്കുന്നത്. 1:30 മണി. ഇപ്രാവശ്യം വളരെ അടിപൊളിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും ഓരോ പ്രാവശ്യവും ഒന്നിനൊന്ന് മെച്ചം. ചെയ്യുമ്പോഴോ അത്രയും നേരം എനിക്ക് ഊരക്കവിടെ ഒഴിവുണ്ടായിരുന്നില്ല. ഇത്രയും നേരം ഞാൻ അവിടെ മൈലാഞ്ചിട്ടോണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തര് പെണ്ണുങ്ങളെയും കാത്ത് ഇവിടെ കടന്നുറങ്ങാൻ തുടത്തിയിട്ടുണ്ട്. എൻ്റെ ഡാഡി മമ്മി ഉറങ്ങി. ഓർക്ക് ഞാൻ നേരത്തെ നീക്കണം. എനിക്കിനി എപ്പോഴാണോ ഞാൻ ഈ ഇവന്റ് മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇത് ചെയ്തത് വൈറ്റ് ബ്ലൂംസിനെ കുറിച്ച് ഷെയ്മ പറയൂ. ഞാൻ പറയൂല. എങ്ങനെ? അതെ, ചെയ്ത് കാണിച്ചു തരും. എല്ലാവിധ വർക്കും ഏറ്റെടുക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ്? അതെ, ഒരു കുട്ടി ജനിച്ചത് തൊട്ട് അതെ ക്രാഡിൽ സെറിമണി മുതൽ എല്ലാ സെറിമണിയും ഏറ്റെടുക്കുന്നതായിരിക്കും. നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം, ഇൻസ്റ്റഗ്രാം ഐഡിയും. നമ്മളെ മുറ്റത്തൊന്നും കാല് കുത്താൻ ഇടമില്ല, അത്രക്കും വണ്ടി സാമാനങ്ങൾ. നിങ്ങക്ക് പോവാനായി? അതെ, എന്റെ ഉപ്പാന്റെ ഒരേ ഒരു അനിയത്തിയാണിത്. രാത്രി 12 മണിക്ക് കയറി വരുള്ളൂ വീട്ടില്. അതെ, ഇത് ഒരാളെ മക്കള്. ഇത് അമ്മായിന്റെ പേരക്കുട്ടി. അവിടെ ഒച്ചപ്പാട് വളരെ കൂടുതലായിരിക്കും, അതൊക്കെ സ്വാഭാവികം. ഇത് നാളെ വെക്കാനുള്ള സേമിയ പായസത്തിലുള്ളതാണ്. അത് അവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അടുക്കളയിൽ അടുക്കള അതിൻ്റെ കോലൊക്കെ എങ്ങനെയായിരിക്കും ഞാൻ പറയില്ലേ, സേമിയം. ഇതെന്താ നമുക്ക് തുറന്ന് നോക്കാം. ഇറച്ചി, വലിയ പെരുന്നാളിന് ഇറച്ചി. ആൻഡ് ഇതാണ് എൻ്റെ പഴത്തിനൊരു ക്ഷാമം ഇല്ലാത്ത കിച്ചൻ്റെ സ്റ്റോർ റൂം. കണ്ടോ, അവിടെയുണ്ട്. ഇനി എവിടെയാണുള്ളത്? ഈ നാളെ വരുമായിരിക്കും. കംപ്ലീറ്റ് ആക്കാൻ തുടങ്ങിയിട്ടില്ല. കണ്ടോ, ഈ നേരത്തെ പിൻട്രസ്റ്റ്. നൈറ്റാണ് നമ്മുടെ ഇവന്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. ശരിക്കും ഞാനൊരു വൈകുന്നേരം ഒരു 7 മണിക്ക് ഇന്ന് എല്ലാവർക്കും നോമ്പൊക്കെ തുറന്ന് ആ ഒരു സമയത്തൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് പെട്ടെന്നൊരു വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചു. കാരണം ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളൊരു സംഭവമാണ്, ഈ രാത്രി 2 മണി വരെ എടുക്കുന്നത്. അപ്പോൾ അതൊന്നും ഇവിടെ വിഷയമുള്ള കാര്യമല്ല. പക്ഷെ എന്തോ ഇപ്രാവശ്യം ഞാനൊരു 10 മണിക്ക് കടന്നുറങ്ങണം എന്ന് വിചാരിച്ചു. ആ 10 മണിക്ക് എൻ്റെ അമ്മായി വന്നിട്ട് എനിക്ക് മൈലാഞ്ചി തരാൻ പറഞ്ഞു, അമ്മായിക്ക്. അപ്പം ഞാൻ അതിട്ട് കൊടുത്തപ്പോൾ അടുത്ത ആൾ വന്നു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ വന്നു. എല്ലാവരെയും ഞാൻ പൈസ വാങ്ങുന്നുണ്ട്. അല്ലാപ്പോൾ അത് എനിക്ക് മുതലാവണ്ടേ. വീടിൻ്റെ ഹാളിൻ്റെ ഒക്കെ കോല ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നേരാക്കി വെക്കാൻ വേണ്ടി രാവിലെ നേരത്തെ തന്നെ പിന്നെ മുടങ്ങാതെ വിളിക്കും. അതാണ് എനിക്ക് തീരെ പറ്റാത്തത്. കാരണം ഈ കണ്ട വൈകി ഉറങ്ങി 9 മണിക്ക് എണീച്ച ശീലമുള്ള ഞാൻ രാവിലെ 6 മണിക്ക് എണീക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറ്. ഒഴിവാക്കല്ലേ രസമുണ്ട്. സോ വൈൻഡിങ് അപ്പ്. ഇനി നാളത്തെ വ്ളോഗ് ഞാൻ എടുക്കാം. ഇത് വെച്ചാൽ ഇനി നമുക്ക് ഒരുപാട് പണികളുണ്ട്. സോ ഞാനിവിടെ നിർത്തുകയാണ്. ഓക്കെ, ബായ്. ഇനി ഞാൻ അടുത്ത പെരുന്നാളിന്, കഴിഞ്ഞ പെരുന്നാളിന് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇന്നൊന്നും തീരൂല. അത്രക്കും ആൾക്കാരും അതിനനുസരിച്ച് എന്തുകൊണ്ട്. അവിടെ കണ്ടോ, അതിനവിടെ ഞങ്ങൾക്കൊരു സോളാർ ലൈറ്റ് ഉണ്ട്. അത് എന്നേരമൊക്കെ കത്തുള്ളൂ, അതിന് തോന്നുമ്പോൾ കത്തും. പക്ഷെ ഇന്നേ വരെ ഞങ്ങൾക്ക് ആർക്കും അതിൻ്റെ സ്വിച്ച് എവിടെയല്ല ഒന്നും അറിയില്ല. അത് വല്ലപ്പോഴും ഇങ്ങനെ കത്തിയിട്ട് പോകും.
എന്നേലൊക്കെ. ഓക്കെ, ബൈ ബൈ. ബൈ പറഞ്ഞു പോണേന്ന് ഒരു മുമ്പ് ഒരു മിനിറ്റ്. നോ ഇറ്റ്സ് 2:45. സ്റ്റിൽ ഞങ്ങൾ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല ഷോ എല്ലാവരും ഇട്ടുപോയി കടന്നുറങ്ങി. ഇനി ഞാൻ പോയി നിസ്കരിക്കണം, പല്ല് തേക്കണം, കിടന്നുറങ്ങണം. അപ്പം ശരി, ഇനി ശരിക്കും പോയി.